മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഈശോ വചനം ആരംഭിക്കുന്ന ഇപ്രകാരമാണ്: വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഈശോയുടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പാപം ആരംഭിക്കുന്നത് പ്രവൃത്തിയിലല്ല, മറിച്ച് ചിന്തകളിൽ തന്നെയാണ്. ചിന്തയിൽ പാപം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പ്രവൃത്തിയിലേക്ക് എത്തണമെന്നില്ല. അതിനു മുമ്പേ തന്നെ ഒരു പാപം അതിൻ്റെ ആരംഭം കുടികൊണ്ടു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായം, അവിടെ ദാവീദും ബത്ശേബയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവിടെ ദാവീദ് മട്ടുപ്പാവിൽ നിന്ന് സുന്ദരിയായ ബത്ശേബ കുളിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഈ പാപത്തിൻ്റെ വിത്തുകൾ ആരംഭം കുറിച്ചിരുന്നു. അതുമുതൽ അവൻ പാപത്തിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനഭാഗം 2 സാമുവേൽ 11-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്ന ഈ വചനം, ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ആരംഭിക്കുന്ന പാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. രണ്ടാമതായിട്ട് ഈ തിരുവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഭാഗം, നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. വലതുകരം പാപഹേതുവാകുന്നുവെങ്കിൽ അതും വെട്ടിയെറിയാനാണ് ഈശോ പറയുന്നത്. ഇത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു മുറിപ്പെടുത്തലുകൾ എന്നുള്ളതിനേക്കപ്പുറത്ത് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും മുറിഞ്ഞ് മാറി നിൽക്കുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൈകളോ എൻ്റെ കണ്ണുകളോ എൻ്റെ ശരീരങ്ങളോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളോ പാപത്തിന് സാഹചര്യമാകുന്ന മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവയെ ഞാൻ മുറിപ്പെടുത്തേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധം ഞാൻ വിച്ഛേദിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ അവിഹിതങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു വലിയ കാരണം പലപ്പോഴുമായിട്ട് മാറുന്നത് ഈ ബന്ധങ്ങൾ അവസാനിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ്. തെറ്റായിട്ടുള്ളതാണെന്നറിയാം, അവസാനിപ്പിക്കണമെന്നറിയാം, പക്ഷേ അത് മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദനകളെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും ആ ബന്ധങ്ങൾക്ക് അത് എപ്പോഴും മുന്നോട്ട് പോകാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പാപഹേതുവാകുന്ന നിൻ്റെ മേഖലകൾ ഏതാണോ അതിനെ വെട്ടി ദൂരെ എറിയേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ യജമാന് കീഴിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഈ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഈ ജോസഫിൽ ഒരു അഭിലാഷം തോന്നുകയാണ്. ജോസഫ് ആകട്ടെ ആ വീട്ടിലെ എല്ലാമാണ്, എല്ലാ കാര്യങ്ങളും ജോസഫിൻ്റെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത്. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനിലുള്ള അഭിലാഷം പലതവണ തുറന്നു പറയുമ്പോഴും അവൻ പലതവണ അതിൽ നിന്നും മാറി നിൽക്കാനായിട്ട്, അതിൽ നിന്നും ഓടി അകലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അവൻ്റെ കൂടെ ശയിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ കടന്നു പിടിക്കുമ്പോൾ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു എന്നാണ് വചനം പറയുന്നത്. ഇന്നത്തെ വചന ചിന്തയിൽ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വചനം പ്രഭാഷകൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം 10-11 തിരുവചനമാണ്. ഇപ്രകാരമാണ്: പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.